എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 4 ശ്ലോകം 5, 6, 7, 8, 9 5 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. കവിയുടെ പിതാവ് പറഞ്ഞത് അനുസരിച്ച് നിനക്ക് അവരെ സഹായിച്ചു കഴിഞ്ഞാൽ, ആ ബ്രാഹ്മണരെ സഹായിച്ചു കഴിഞ്ഞാൽ ആ സത്രം കഴിയുമ്പോൾ അവശേഷിക്കുന്ന ധനം മുഴുവൻ നിനക്ക് ലഭിക്കും. അങ്ങനെ നിന്റെ ഉപജീവനം നിനക്ക് നിർവഹിക്കാം എന്ന് അവർ സന്തോഷിച്ച് നിനക്കെല്ലാം തരും എന്ന് പിതാവ് പറഞ്ഞതനുസരിച്ച് ആ കവി അവരെ സഹായിക്കണം. അവര് എല്ലാം അദ്ദേഹത്തിന് ദാനം ചെയ്ത് തിരിച്ചു പോവാണ്. ശുക്ലാംബരധരം വിഷ്ണു ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം രാധാസഹായം അതിസുന്ദരമന്ദഹാസം വാതാലയേശം അനിശം ഹൃദി ഭാവയാമി. ശ്രീ ഗുരുവായൂരപ്പ ശരണം. വാഗർത്ഥാവിവ സംപൃക്തൗ വാഗർത്ഥ പ്രതിപത്തയേ ജഗതപിതരൗ വന്ദേ പാർവതീ പരമേശ്വരോ നമഃ. പാർവതീപതയേ ഹര ഹര മഹാദേവ. ഗംഗണപതയേ നമഃ. സരസ്വത്യേ നമഃ. ഗുരുഭ്യോ നമഃ. ശ്ലോകം 5. ഓം നമോ ഭഗവതേ വാസുദേവായ. ദാസ്യന്തി തേ തഥാൻ ഗച്ഛ തഥാ സകൃതവാൻ യഥാ തസ്മൈ ദത്വാ യയുസ്വർഗം തേ സത്ര പരിശേഷിതം. അഥ തേ ദാസ്യന്തി, അനന്തരം അവർ ദാനം ചെയ്യും, താൻ അവയെ, ഗച്ഛ ഗമിച്ചാലും, യഥാ തഥാ എങ്ങനെ ഉപദേശിച്ചുവോ അങ്ങനെ, സ കൃതവാൻ അദ്ദേഹം ചെയ്തു, തേ അവർ, സത്ര പരിശേഷിത സത്രത്തിൽ ശേഷിച്ചതിനെ, തസ്മൈ ദത്വ അദ്ദേഹത്തിനായിക്കൊണ്ട് ദാനം ചെയ്തിട്ട്, സ്വർഗം യയു സ്വർഗത്തെ പ്രാപിച്ചു. സത്രാനന്തരം ആ ധനത്തിനെ അവര് നിനക്ക് നൽകും. അതുകൊണ്ട് അവിടെ പോയിട്ട് അവർക്ക് ഉപദേശം കൊടുത്തോളൂ, അവർക്ക് ആ മന്ത്രം ഉപദേശിച്ചു കൊടുത്തോളൂ എന്ന് ഉപദേശിച്ചു അച്ഛൻ. അത് പ്രകാരം അദ്ദേഹം, ആ കവി പ്രവർത്തിച്ചു. ആ ബ്രാഹ്മണര് സത്രം കഴിഞ്ഞപ്പോൾ സത്രാനന്തരം ആ ശേഷിച്ച ആ ധനം മുഴുവൻ അദ്ദേഹത്തിന് നൽകി. അങ്ങനെ അവര് സ്വർഗം പ്രാപിക്കുകയും ചെയ്തു. തം കശ്ചിൽ സ്വീകരിഷ്യന്തം പുരുഷ കൃഷ്ണദർശന ഉവാചോത്തരതോഭ്യേത്യ മമേദം വാസ്തുകം വസു. സ്വീകരിഷ്യന്തം സ്വീകരിക്കാൻ ഭാവിക്കുന്ന അദ്ദേഹത്തിനോട്, കൃഷ്ണദർശന കശ്ചിൽ പുരുഷ കറുത്ത നിറമുള്ള ഒരു പുരുഷൻ, ഉത്തരത അഭ്യേത്യ വടക്കുദിക്കിൽ നിന്ന് വന്നിട്ട്, വാസ്തുകം യജ്ഞഭൂമിയിലെ ഇരിപ്പുള്ള, ഇതം വസു ഈ ധനം, മമ ഇതി ഉവാച എന്റേതെന്ന് പറഞ്ഞു. ആ ധനമൊക്കെ ആ സ്വന്തമാണെന്ന് കരുതി ഉപയോഗിക്കാൻ ഭാവിക്കണ ആ കവിയുടെ അരികത്ത് പോവാൻ, ധനമൊക്കെ എടുത്ത് പോവാനായിട്ട് പുറപ്പെട്ട ആ കവിയുടെ അരികത്ത് ആ വടക്ക് ഭാഗത്ത് നിന്ന് കറുത്ത നിറമുള്ള ഒരു പുരുഷൻ അങ്ങോട്ട് വന്നു. എന്നിട്ട് പറയാണ്, അതെ, യജ്ഞഭൂമിയിൽ ശേഷിപ്പുള്ള ഈ ധനം ഉണ്ടല്ലോ, ഇത് എനിക്ക് അവകാശപ്പെട്ടതാ, ഇതെന്താണ് നീ എടുത്തോണ്ട് പോണത് എന്ന് പറയണ ആ കറുത്ത പുരുഷൻ. മമേദം ഋഷിഭിർദത്തം ഇതി തർഹിസ്മ മാനവ സ്യാന്നൗ തേ പിതരി പ്രശ്ന പൃഷ്ടവാൻ പിതരം തഥാ. തർഹിസ്മ അപ്പോൾ തന്നെ, ഇതം മമ ഇത് എന്റേതാണ്, ഋഷിഭി ദത്ത ഋഷികളാൽ ദാനം ചെയ്യപ്പെട്ട, നൗ നമ്മൾക്ക്, തേ പിതരി നിന്റെ പിതാവിൽ, പ്രശ്നസ്യാൽ ചോദിക്കാം, തഥാ പിതരം അപ്രകാരം പിതാവിനോട്, പൃഷ്ടവാൻ ചോദിച്ചു. അപ്പൊ കവി പറഞ്ഞു, ഇത് എന്റെ ധനാണ്, ഋഷികളെ എനിക്ക് നൽകിയതാണ് എന്ന് അദ്ദേഹം തിരിച്ചു പറഞ്ഞു ആ കറുത്ത പുരുഷനോട്. അപ്പോ ആ കൃഷ്ണവർണ്ണനായ പുരുഷൻ, അതായത് അത് രുദ്രനാണ്, മഹാദേവനായിരുന്നു, അദ്ദേഹം പറഞ്ഞു, എന്നാലേ നമ്മൾക്ക് നിന്റെ പിതാവിനോട് ചോദിച്ചു തീർച്ചപ്പെടുത്താം, അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും അറിയാം, പോയി ചോദിച്ചു വരൂ അച്ഛനോട്. അത് പ്രകാരം ആ പിതാവിനോട് ചോദിച്ചറിയാൻ രുദ്രൻ കവിയെ പറഞ്ഞയച്ചു. അദ്ദേഹം രുദ്രൻ കൂടെ പോയില്ല, നീ പോയിട്ട് ചോദിച്ചു വരൂ, ഞാനിവിടെ ഇരിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ആ കവി പിതൃസന്നിധിയിൽ ചെന്ന് ചോദിക്കുകയാണ്. യജ്ഞവാസ്തുഗതം സർവം
ഉച്ഛിഷ്ടമൃഷയ ക്വചിൽ ചക്രുർഹി ഭാഗം രുദ്രായ സദേവ സർവമർഹതി. ക്വചിത് ഒരു കാലത്തിൽ ഋഷികൾ യജ്ഞവാസ്തുഗതം യജ്ഞഭൂമിയിലുള്ള ഉച്ഛിഷ്ടം സർവം അവശേഷം സർവവും രുദ്രനായിക്കൊണ്ട് ഭാഗം ചക്രു ഹി ഭാഗമാക്കി ചെയ്തുവല്ലോ. ദേവ സ ആ ദേവൻ സർവം അർഹതി എല്ലാം അർഹിക്കുന്നു. അപ്പൊ പിതാവ് പറഞ്ഞു, ശരിയാണ് അദ്ദേഹം പറഞ്ഞത്. യജ്ഞഭൂമിയില് ശേഷിച്ചത് മുഴുവനും രുദ്രഭാഗമാണെന്ന് ആ ദക്ഷയാഗം നടന്ന സമയത്തുണ്ടല്ലോ ഋഷികള് തീർച്ചപ്പെടുത്തിയിട്ടുണ്ട്. ആ സംഗതി പ്രസിദ്ധമാണ്. ശരിയാണത് അദ്ദേഹം പറഞ്ഞത്. അപ്പോ യജ്ഞഭൂമിയിലെ അവശേഷം മാത്രമല്ല, സർവവും അവശേഷം മാത്രമല്ല, ആ യജ്ഞഭൂമിയിലെ എല്ലാത്തിനും അധികാരി ആ ദേവനാണ്, ആ രുദ്രഭഗവാൻ തന്നെയാണ്. ആ കറുത്ത മനുഷ്യൻ ആരാന്നറിയോ? രുദ്രനാണ് എന്ന് പറഞ്ഞു പിതാവ്. അപ്പോ ഇക്കാണുന്ന സർവത്തിനെയും ഈ വിധം പ്രകാശിപ്പിച്ചത് ആ ദേവനായതുകൊണ്ട് എല്ലാം അദ്ദേഹത്തിന്റെ തന്നെയാണ്. ശരിയാണ് മകനെ എന്ന് പിതാവ് പറഞ്ഞു. നാഭാഗസ്തം പ്രണമ്യാഹ തവേശ കില വാസ്തുകം ഇത്യാഹമേ പിതാ ബ്രഹ്മൻ ശിരസാ ത്വാം പ്രസാദയേ. നാഭാഗൻ തം പ്രണമ്യ അദ്ദേഹത്തെ പ്രണമിച്ചിട്ട് ആഹ പറഞ്ഞു, ഈശ ഹേ ഈശ്വര, വാസ്തുകം യജ്ഞഭൂമിയിലെ അവശിഷ്ടധനം തവ ഇതി അങ്ങയുടേതാണെന്ന് മേ പിതാ ആഹ എന്റെ പിതാവ് പറഞ്ഞു. ത്വാം അങ്ങയെ ശിരസ്സുകൊണ്ട് പ്രസാദയെ പ്രസാദിപ്പിക്കുന്നു. കവി അത് കേട്ടപ്പോ പറഞ്ഞു, ശരിയാണ് മഹാദേവ, പിതാവായ ആ നഭകൻ പറഞ്ഞുല്ലോ എല്ലാം അദ്ദേഹത്തിന്റെ ആണെന്ന്. മടങ്ങി വന്നിട്ട് ശ്രീ രുദ്രനെ ഭഗവാനെ നമസ്കരിച്ചിട്ട് പറഞ്ഞു, ഹേ ഈശ്വര, യജ്ഞശാലയിലെ അവശിഷ്ടധനം അങ്ങയുടേത് തന്നെയാണെന്ന് എൻ്റെ പിതാവ് പറഞ്ഞു. ഹേ ബ്രഹ്മൻ, ഞാൻ നിന്തിരുവടിയെ ശിരസാ നമസ്കരിച്ചു സന്തോഷിപ്പിക്കുന്നു. അവിടുന്ന് എന്നോട് ക്ഷമിക്കണേ. അങ്ങയുടെ ധനത്തെ ഞാൻ സ്വീകരിച്ചതായ അപരാധത്തെ പുറത്ത് അങ്ങ് എന്നോട് ക്ഷമിക്കണേ, അനുഗ്രഹിക്കണേ എന്ന് വളരെ വിനയത്തോടു കൂടിയിട്ട് പറഞ്ഞ് നമസ്കരിച്ചു രുദ്രനെ. അപ്പോൾ ഇത് കേട്ടപ്പോൾ മഹാദേവന് വളരെ സന്തോഷമായി. അദ്ദേഹത്തിന് ആ ധനമെല്ലാം തിരിച്ചു കൊടുക്കണം. അത് നമുക്ക് നാളെ കേൾക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.